ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ടേണിംഗ് പോയിന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടേണിംഗ് പോയിന്റ് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഷാലോം ടിവിയുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം. യുവജനങ്ങളെ മനസ്സിലാക്കുവാനും അവരുടെ സാധ്യതകളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യുവാനും സഹായിക്കുവാനുമായുള്ള ഒരു സ്പെഷ്യൽ പ്ലാറ്റ്ഫോം. അതിനുവേണ്ടി നമ്മെ സഹായിക്കാൻ വന്നിരിക്കുന്നവരെ നമുക്ക് പരിചയപ്പെടാം. ജോൺസൺ സാർ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് ഡോക്ടർ ജോൺസൺ. ഞാൻ കണ്ണൂർ സർവകലാശാലയിലെ മനഃശാസ്ത്ര വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാം. ക്ലിൻഡ് സാർ. എൻ്റെ പേര് ക്ലിൻ ജോസഫ്. ഞാൻ മഞ്ചേശ്വരത്തുള്ള സ്നേഹാലയ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിലെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. വെൽക്കം സാർ. അജീന മിസ്. എൻ്റെ പേര് അജിന ജോസഫ്. ഞാൻ എലിസ കോളേജ് കൈതപ്പോയിൽ അവിടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ മൂന്ന് പേരും പ്രത്യേകിച്ച് സൈക്കോളജി റിലേറ്റഡ് ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡും ചർച്ച ചെയ്തത്. തുടർച്ചയാണ് അതിൻ്റെ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതിന് മുമ്പുള്ള എപ്പിസോഡ് ഡിപ്രഷൻ്റെയും അതുപോലെ തന്നെ ആങ്കറിൻ്റെയൊക്കെ എപ്പിസോഡ് കാണുക. ഇന്ന് നമ്മൾ സബ്ജക്റ്റ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു സൂയിസൈഡ് ടെൻഡൻസീസ്. നമുക്ക് ഭീകരമാംവിധം ഡേറ്റകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞാൻ ചുമ്മാ ഒന്ന് ഡേറ്റ വായിച്ചു തുടങ്ങും. കേരളം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 5ാം സ്ഥാനത്താണ് സൂയിസൈഡ് റേറ്റ്. നമുക്ക് മുമ്പ് 5 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ, സിക്കിം, പോണ്ടിച്ചേരി, തെലുങ്കാന. ഈ 4ഉം അത്ര കൺസിഡറബിൾ ആയ സ്ഥലങ്ങളല്ല. നമ്മളെ പോലെയുള്ള ഹൈ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടും ലൈഫ് സ്റ്റൈലും എല്ലാം വ്യത്യാസമുള്ള കേരളം 5ാം സ്ഥാനത്താണ്. കേരളത്തിൽ അടുത്ത പ്രത്യേകത 1,28 പേരാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നത്. അത് നാഷണൽ ലെവലിൽ 11% ഉള്ളൂ. നമുക്ക് മോർ ദൻ ഡബിൾ. 11-ൽ നിന്ന് നമ്മൾ 28-ലേക്കാണ് കേരളം നയിക്കുന്നത്. അതിനകത്ത് ഇത് നമ്മൾ സാങ്കല്പിക ഡേറ്റ അല്ല കേട്ടോ. ഈ ജനുവരി 2024 കേരള സ്റ്റേറ്റ് യൂത്ത് കമ്മീഷൻ പുറത്തുവിട്ട ഒഫീഷ്യൽ കേരള സർക്കാരിന് സമർപ്പിച്ച ഒഫീഷ്യൽ ഡേറ്റ പ്രകാരമാണ് 6,244 പുരുഷന്മാരും 2,571 സ്ത്രീകളുമാണ് ഈ കാലഘട്ടത്തിൽ സൂയിസൈഡ് ചെയ്തേക്കുന്നത്. അത് നമ്മൾ സംസാരിക്കേണ്ടതാണ്. ഇത്രയും വലിയ ഡിസ്പാരിറ്റി. ആണുങ്ങൾ കൂടുതലാണ്. നമുക്ക് തെറ്റിദ്ധാരണകളായിരുന്നു പെണ്ണുങ്ങളാണ് ആത്മഹത്യ കൂടുതലായിട്ട് ചെയ്യുന്നത്. അതിനും ഇവരുടെ നിരീക്ഷണങ്ങളാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. ഇത് ശരിക്കും പെണ്ണുങ്ങളാണ് സൂയിസൈഡൽ ടെൻഡൻസി കൂടുതൽ കാണിക്കുന്നത്. പക്ഷേ അവർ ഇപ്പോഴും ഹാർപ്പിക്ക് കുടിക്കുകയും അല്ലെങ്കിൽ ഈ മരണസാധ്യത ഇല്ലാത്ത അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് കൂടുതൽ കഴിക്കുക, സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുക. അങ്ങനെ ആണുങ്ങൾ മിക്കവാറും തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെ മരിക്കാൻ തീരുമാനിച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹാങ്ങിങ് ഒക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ അപ്രോച്ച് ചെയ്തത്. അതുകൊണ്ട് 6,000. പിന്നെ അതിനേക്കാളും ഭയങ്കര നമുക്ക് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ, ഈ മരിച്ചവരിൽ ഇവർ യൂത്തിലാണ് പഠിച്ചത്. 18 വയസ്സ് മുതൽ 39 വയസ്സുള്ള യൂത്താണ് കൺസിഡർ ചെയ്തിരുന്നത്. ഇത് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് കമ്മിറ്റ് ചെയ്തേക്കുന്നത് 30-നും 40-നും. അതിൽ തന്നെ 35-നും 40-നും. 35-40 എന്നൊക്കെ പറഞ്ഞാൽ വിവാഹമൊക്കെ കഴിഞ്ഞ് സെറ്റിലായി 2-3 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജീവിതം കരുപ്പിടിപ്പിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ പുരുഷന്മാർ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്തേക്കുന്നത് 18-20 അത് അവരുടെ ഒരു യൂത്ത് ഇഷ്യൂവും റിലേഷൻഷിപ്പ് ഇഷ്യൂവിൻ്റെ ബേസിലൊക്കെയാണ്. ഈ ആണുങ്ങളുടെ ഭയങ്കര അലാമിങ് ഡേറ്റയാണത്. അതിൽ തന്നെ നമുക്ക് അതിനേക്കാളും ഭീകരമായിട്ട് തോന്നുന്നത് ഈ സൂയിസൈഡ് ചെയ്തേക്കുന്ന 40% ആൾക്കാരും അവർ ഏത് 10th 10ാം ക്ലാസ്സോ +2 പാസ്സായ ചെറിയ വിദ്യാഭ്യാസം ഉള്ളവരാണ്. നമ്മളെപ്പോഴും ഇതൊക്കെ റിലേറ്റ് ചെയ്തിരുന്നത് ഭയങ്കര ജോബ് സ്ട്രെസ്സിനെ പറ്റിയൊക്കെ ആയിരുന്നല്ലോ. ഇതുപോലത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറയുന്നത്. പക്ഷേ ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഈ കേരള ഗവൺമെന്റ് തന്നേക്കുന്ന ഡേറ്റകൾ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ യുവജനങ്ങൾ ഈ ഒരു സൂയിസൈഡ് ഇഷ്യൂവിനെ എങ്ങനെ നോക്കി കാണുന്നു എന്ന് നമുക്കിപ്പോൾ ശ്രമിക്കാം. പ്ലീസ്. സൂയിസൈഡൽ ടെൻഡൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പോൾ യുവാക്കളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇപ്പം മെയിനായിട്ട് ഇപ്പോൾ ഫാമിലി പ്രോബ്ലം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രോബ്ലം കാരണമാണ് അവർ സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാകുന്നത്. അതിപ്പം അവർക്ക് പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ അടുത്ത് സൂയിസൈഡ് ചെയ്ത് ജസ്റ്റ് പ്രോബ്ലം സോൾവ് ആക്കാന്നുള്ള ഒരു ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രെസ്സാണ്. സ്ട്രെസ്, വർക്ക് സ്ട്രെസ്, എഡ്യൂക്കേഷൻ സ്ട്രെസ്, എല്ലായിടത്തും സ്ട്രെസ് ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ. ഈവൻ ഇഫ് മാരീഡ് ആയാൽ പോലും ആ ഒരു ഹോം സ്ട്രെസ് എല്ലാം ഉണ്ടാവും. ഫിനാൻഷ്യൽ സ്ട്രെസ് മെയിൻ റീസൺ അതാണ്. പിന്നെ എൻവയോൺമെൻറ്റ്, എങ്ങനെ നമ്മൾ ജീവിക്കുന്നത്, പിന്നെ നമ്മൾ പീപ്പിൾ എങ്ങനെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സൂസൈഡ് ഇപ്പോൾ മെയിൻ കാരണം പറഞ്ഞാൽ ഇപ്പോൾ ഡിപ്രഷനിൽ പോകുന്ന ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ. പിന്നെ ഡ്രഗ്സ് അഡിക്റ്റ്, പിന്നെ ബെറ്റിംഗ് അഡിക്റ്റ്, ഇങ്ങനത്തെ കുറേ ഇതിലെല്ലാം പെട്ടെന്ന് പോയി സൂസൈഡ് ചെയ്യുന്ന. എനിക്ക് തോന്നണേ ഇപ്പോൾ നമ്മുടെ പ്രായത്തിലുള്ളവരാണ് കൂടുതലായിട്ട് സൂസൈഡ് ചെയ്യണമെന്നാണ് പറയണേ. അപ്പോൾ മേ ബി തുറന്ന് സംസാരിക്കാനുള്ള അവസരം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പലപ്പോഴും ഇങ്ങനെ കുട്ടികൾ ഇതിലോട്ട് പോകുന്നത്. പിന്നെ ഒരു കറക്റ്റായിട്ടൊരു പ്രൊഫഷണൽ സപ്പോർട്ട് കിട്ടാണ്ടിരിക്കുക, നമുക്ക് പലർക്കും ഇപ്പോഴും ഒരു മെൻ്റൽ ഹെൽത്ത് ടാബ് പോകുന്നറിയാലോ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾ
സൂസൈഡിലോട്ട് പോവുകയാണ്. അവർ വിചാരിച്ച അച്ചീവ്മെൻറ്റ്സ് കിട്ടാണ്ടാകുമ്പോൾ ഇപ്പോൾ എക്സാംസ് അതൊക്കെ അല്ലെങ്കിൽ ഒരു ആഗ്രഹിച്ച ജോലി കിട്ടാണ്ടിരിക്കുമ്പോൾ ഒക്കെ അവർ മൊത്തത്തിൽ ഫെയിലറാണെന്ന് വിചാരിക്കുകയാണ്. മൊത്തത്തിൽ പോയി ഇനി ഒന്നും ചെയ്യാനില്ല എന്നൊരു അവസ്ഥയിലോട്ട് പോവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ടതൊക്കെ ഭയങ്കര റിയാലിറ്റി ചെക്കുകളാണ്. പിള്ളേരൊക്കെ ആണെങ്കിൽ, ടീൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഗെയിമിംഗ് അഡിക്റ്റ് കൊണ്ട് അവർ നമുക്കറിയാം ബ്ലൂ വെയിൽ പോലെയുള്ള ഒത്തിരി ലേറ്റസ്റ്റ് ഗെയിംസ്, ഫയർബോൾ, ഒത്തിരി ഗെയിംസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഒത്തിരി റിപ്പോർട്ടഡ് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒത്തിരി സൂയിസൈഡ് കേസുകളുണ്ട്. കുറച്ചുകൂടി നമ്മൾ ഒരു യൂത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് സബ്സ്റ്റൻസ് അഡിക്ഷൻ മൂലം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് മൂലം, അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ഓഫ് എക്സാംസ്, അല്ലെങ്കിൽ കോമ്പിറ്റൻസ് താങ്ങാൻ പറ്റാതെ, ഓവർ എക്സ്പെക്റ്റേഷൻ, അത് കഴിഞ്ഞ് വിവാഹമൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും ഒക്കെ ഗാർഹിക പീഡനങ്ങൾ പോലുള്ള തുടർച്ചയായ മരണങ്ങൾ ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, സൂയിസൈഡുകൾ. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, ഹ്യൂജ് ക്രൈസിസ്, 35 മിഡ് ലൈഫ് ക്രൈസിസ്, ഒരു ഹ്യൂജ് റീസൺസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമുക്കിത് പതുക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് തുടങ്ങാൻ തുടങ്ങി. സാറിന് തന്നെ തുടങ്ങാം പ്ലീസ്. ഇപ്പോൾ ഒരു ഡേറ്റയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ പ്ലസ് 2 10th. ഈ +2 വരെയുള്ള അല്ലെങ്കിൽ 10th വരെയുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികളെ, നമ്മുടെ യുവാക്കളെ ഈ നല്ലൊരു ജീവിതത്തിലേക്ക് പ്രാപ്തരാക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു ബെസ്റ്റ് ഇൻഡിക്കേഷൻ ആണ് ഈ സൂയിസൈഡ്. ഇതാണ് പ്രൈഡ് ആയിട്ട് പറയുന്നത്. നമ്മൾ 100% ലിറ്ററസി എന്നൊക്കെ പറയുന്നത് ഈ എത്തുന്നതിനൊക്കെയാണ്. ശരിക്കും പല പഠനങ്ങളും നമ്മുടെ കേരള സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ലിറ്ററസി റേറ്റിൽ മുന്നിലാണ്, അതേപോലെ തന്നെ റീഡർഷിപ്പ് റേറ്റിലും മുമ്പിലാണ്. പക്ഷെ എന്നിട്ട് പോലും ഇതിന്റെ ഒരു കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് ഈ പഠനത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ശരിക്കും നമ്മുടെ പഠനങ്ങൾ ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികളെ ചലഞ്ചസ് മീറ്റ് ചെയ്യാനും ചലഞ്ചസിനെ ഓവർകം ചെയ്യാനൊക്കെ പ്രാപ്തരാക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് എന്താണ്, കാരണം അൾട്ടിമേറ്റ്ലി ജോബ് അല്ലെങ്കിൽ ഒരു സെറ്റിൽ ആവുക, ഒരു ഫിനാൻഷ്യൽ നീഡ് മാനേജ് ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഡേ ടു ഡേ ലൈഫിൽ അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുക വിദ്യാഭ്യാസം. കരിക്കുലം ഒക്കെ സ്റ്റിൽ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. അതെ. കരിക്കുലം ഇപ്പം പുതിയ NEP പോളിസി അനുസരിച്ചുള്ള വിദ്യാഭ്യാസ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഗവൺമെന്റ്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും ആ ഒരു മോഡൽ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ സ്കിൽ ഓറിയന്റഡ് ആയിട്ട് വിദ്യാഭ്യാസത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു മുന്നോട്ടുള്ള തലമുറ, ഇനി വരുന്ന തലമുറകൾ കൂടുതലും ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നേരിടാനും അതുപോലെ തന്നെ പ്രായോഗികമായിട്ട് കാര്യങ്ങളെ കാണാനും ഒക്കെ സാധിക്കുമെന്ന്. നമ്മുടെ ഈ സ്കൂൾ വിദ്യാഭ്യാസം നമ്മളെ കാര്യമായി ഒരു ഫോർമേഷൻ, നമ്മുടെ ഒരു ഇന്റഗ്രൽ ഫോർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു ഡേറ്റ വേറെ ഇൻഡിക്കേഷൻ എടുത്തിരുന്നുണ്ട്. അതായത് അവര് 10th +2 വെച്ച് പഠിത്തം നിർത്തി. അതെ, അവർക്ക് മുൻപോട്ട് ഒന്നും നോക്കാൻ പറ്റിയില്ല. അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ജോലിക്കോ അവിടെ ഇവിടെയൊക്കെ പ്രവേശിച്ചു, അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ജോലികൾക്ക് പ്രവേശിച്ചു, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ അവരൊരു 30-35 കഴിയുമ്പോൾ പിന്നെ ശൂന്യതയാണല്ലോ. അതൊരു വലിയൊരു ഇൻഡിക്കേഷൻ ആണ് ആ ഒരു ശൂന്യതയുടെ ലോകത്തേക്ക് നമുക്ക് തരുന്നത്. പ്ലീസ്. അതോടൊപ്പം തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഇപ്പം 10 വരെ അല്ലെങ്കിൽ +2 എത്തിയൊക്കെ പഠനം നിർത്തുന്ന കുട്ടികൾ, അവരെ സംബന്ധിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കില്ല അവർ. ഒരു ഡെയിലി വേജിനൊക്കെ അതുകൊണ്ടായിരിക്കും അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വർക്കിലേക്കോ കാര്യങ്ങളൊക്കെ കടക്കുന്നത്. പക്ഷെ ആ ഒരു ഡെയിലി വേജും കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരു കാലത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അത് മെയിനായിട്ടും ഈ സൂയിസൈഡിനെ ഭയങ്കരമായിട്ട് ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയാം. അതായത് ഒരു ഇൻകം കുറവാണ്, അതോടൊപ്പം തന്നെ എക്സ്പെൻസ് കൂടുതലാണ്, ഫിനാൻഷ്യൽ ക്രൈസിസ്, ഹ്യൂജ് ക്രൈസിസ്. സ്റ്റേബിൾ ആയ ജോലിയുള്ളവർക്ക് പോലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സമയത്ത് മിനിമം വേജിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ച് അത് ശരിക്കും സിസ്റ്റം മാറേണ്ട സമയം കഴിഞ്ഞു ആക്ച്വലി. കാരണം എല്ലാ ജോലിക്കും ഒരു മിനിമം വേജ് നമ്മുടെ ഗവൺമെന്റ് നിശ്ചയിക്കണം. കാരണം എല്ലാവരും അർഹതപ്പെട്ടവരാണ്. ഇക്വാളിറ്റി നമ്മൾ പറയുന്നുണ്ടെങ്കിലും തുല്യ നീതി കിട്ടുന്നുണ്ടോ ഉള്ള ചോദ്യം കൂടിയാണ്. ഇത് കാത്തലിക് ചേർച്ച്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെന്റ് പറയുന്ന നോംസിലെങ്കിലും ഒക്കെ സാലറി കൊടുക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഇതൊക്കെ നമ്മളിങ്ങനെ അന്ത്യവിധ ചോദ്യങ്ങളാണ് ഇതൊക്കെ. നിന്റെ സഹോദരൻ എവിടെ, നിന്റെ സഹോദരന് കൊടുത്തോ, ഭക്ഷണം ഉണ്ടായിരുന്നു, ദാഹിച്ചു, വിശന്നു, കൊടുത്തോ എന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇൻഡിക്കേഷൻ ഇവിടെ നടക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മിനിമം തന്നെ നമുക്ക് നമ്മുടെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ഈ ഒരു കോപ്പിംഗ് സ്കിൽസ്, അതായത് ഒരു പ്രോബ്ലം ഉണ്ടായാൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യാം, എങ്ങനെ പോസിറ്റീവായിട്ട് ഫേസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ, അതിന്റെ ഒരു എഡ്യൂക്കേഷന്റെ ഒരു നീഡും കൂടി എനിക്ക് തോന്നുന്നു കൂടെ ചേർക്കാനുള്ളത്. ഈ കോപ്പിംഗ് സ്കിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെ വിജയിക്കാൻ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. തോൽക്കാൻ ഒരു
വിദ്യാർത്ഥിയെ failure എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നില്ല. വലിയൊരു- ഫെയിലിയർ തീർച്ചയായിട്ടും. ഇത് രണ്ട് അക്കരെയാണ്. കാരണം ഇത് രണ്ട് പ്രോസസ്സിലൂടെയും കടന്നു പോകേണ്ടതാണെന്ന് ശരി തോൽക്കാൻ പഠിപ്പിക്കണം. ആക്ച്വലി എന്റെ ഒരു കാഴ്ചപ്പാട് ആസ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഞാൻ പറയും, സാറേ ഈ നമ്മളീ കാണുന്ന ഗെയിംസ് എല്ലാം ടീനേജറൊക്കെ പഠിക്കുന്ന ഗെയിംസ് എല്ലാം ജയിക്കാൻ പഠിക്കുന്ന ജയിക്കാൻ പഠിപ്പിക്കണം. തോറ്റ അവർക്ക് ജയിക്കുമ്പോൾ തന്നെ റിവാർഡ് കൊടുക്കുന്നു, പോയിന്റ്സ് കിട്ടുന്നു, ഹയർ സ്റ്റേജിലേക്ക് പോകുന്നു, ഒരു വേറൊരു സ്റ്റേജ് അറ്റൈൻ ചെയ്യുന്നു. അവർ എത്ര പ്രൈഡായിട്ടാണ് പറഞ്ഞത്, എത്ര പേരെ ഇതെല്ലാം പോകുന്നത് എങ്ങനെയാ തോൽപ്പിച്ച് തോറ്റുപോയാൽ ഇല്ലാതായി ഒന്നേം തുടങ്ങണം. അതെ. അപ്പോൾ അവനെ സംബന്ധിച്ച് ഈ അതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. എന്തോ ഒരു സൂയിസൈഡ്. ഞാൻ ബ്ലൂബെയിൽ കളിച്ച് മരിച്ച് 26 നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത ഒരു കുഞ്ഞിന്റെ ഒരു മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആ കുട്ടിയുടെ ഫ്യൂണറലിൽ ഞാനായിരുന്നു പ്രീസ്റ്റായിട്ട് പോയത്. പേരൻസിനെ ഫേസ് ചെയ്യാൻ പോലും ഉള്ള നമ്മൾ അവരെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? നമുക്ക് ആകെ ഒന്നും പറയാനില്ല അവരോട്, ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറയാനല്ലാതെ. എൻ്റെ കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം അവനൊരു തെറാപ്പിസ്റ്റാണ്. അവനോട് പറയാൻ അവരുടെ അവിടെ തെറാപ്പിക്ക് വന്ന ഒരു പയ്യൻ്റെ കൂട്ടുകാർ 3 പേര്, ഇതൊരു ഈ കേരളത്തിലെ ഇന്റീരിയർ വില്ലേജ്, ഒരു മലയോര ഗ്രാമത്തിലെ സംഭവമാണ്. 3 പിള്ളേര് ഒരു പർട്ടിക്കുലർ ഗെയിം കളിച്ച് മരിച്ചു. വെരി റീസെന്റ്. അവരുടെ മുറിയിലൊക്കെ പ്രത്യേക ലൈറ്റിംഗ് സിസ്റ്റം ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മുറിയൊക്കെ തിളങ്ങുന്ന രാത്രിയിലൊക്കെ തിളങ്ങുന്ന മുറികളായിരുന്നു. അതൊക്കെ അവരുടെ ഗെയിമിന്റെ ഭാഗമായിരുന്നു. 3 തൊട്ട് ആത്മഹത്യ. ഇപ്പൊ 4ാമത്തെ അറ്റൻഡ് ചെയ്തു. അവനെ ഹോസ്പിറ്റലിൽ അവനെ കൊണ്ടുവന്നേക്കുക. സാർ അവിടെയാണല്ലോ വർക്ക് ചെയ്യുന്നത്, അതുപോലെ സാധനങ്ങളാണല്ലോ വർക്ക് ചെയ്യുന്നത്. പ്ലീസ്. അപ്പൊ അതുപോലെ തന്നെ ഇത് ഒന്ന് ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം ഒരു റീസൺ. പിന്നെ വേറൊരു റീസൺ നമുക്ക് പറയാൻ പറ്റുന്നത് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ്. അതായത് ഇപ്പം ഡിപ്രഷൻ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസ്, പിന്നെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസ്, ഇവരെല്ലാം ഈ സൂയിസൈഡൽ ഐഡിയേഷൻസ് ടെൻഡൻസി എപ്പോഴും ഉള്ള ആൾക്കാരാണ്. പിന്നെ അതിൽ ഇത്തിരി കൂടി പറയുകയാണെങ്കിൽ ഇപ്പം സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ ബൈപ്പോളർ ടൈപ്പ് പേഷ്യൻസിലൊക്കെ ഓട്ടോമാറ്റിക്കലി ഇവരുടെ അസുഖത്തിന്റെ ഭാഗമായിട്ടുള്ള ഹലൂസിനേഷൻസും കൊണ്ട് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പേഴ്സണാലിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും അത് ഇത്തിരി കൂടി ഫണ്ണി ആയിട്ട് തോന്നുന്നത്. ചിലപ്പോൾ സമയത്ത് ഇവർ ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി മാത്രം ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് കുറച്ച് രക്തമൊക്കെ എല്ലാവരും കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ അറ്റൻഷൻ സീക്കിങ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒന്ന് നെർവ് കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഹാങ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ എന്തായാലും ആൾക്കാരുണ്ടെന്ന് ഇവർ എൻഷുർ ചെയ്തിട്ട് മാത്രമേ അത് അറ്റംപ്റ്റ് ചെയ്യുള്ളൂ അവർ. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ആ ഒരു കറക്റ്റ് ഹെൽപ്പ് കിട്ടാതെ വന്ന് മരിക്കുന്ന ആൾക്കാരും നമ്മുടെ ഈ കണക്കിലോട്ടും പുറകിലല്ല. ഇന്ന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ക്ലാസിഫിക്കേഷനിൽ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ നേരത്തുള്ള അത് അവര് അതിന്റെ ഭാഗമായിട്ട് ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് സാധാരണമാണ്. അതൊരു ക്ലിനിക്കൽ പ്രസന്റേഷൻ ആണ്. അത് കൂടാതെ നോൺ സൂയിസൈഡൽ സെൽഫ് ഇഞ്ചുറി അതൊരു കോമൺ ക്ലാസിഫിക്കേഷൻ ആയിട്ട് വന്നു കഴിഞ്ഞു വെച്ചു. കാരണം അതിനകത്ത് ഈ ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള കട്ടുണ്ടാക്കുക, മുറിവുണ്ടാക്കുക, വേദനിപ്പിക്കുക, ഈവൻ ഹെയർ പുള്ളിങ് എന്ന് പറയുന്ന, അതായത് അവർക്കൊരു സെൽഫ് ഇഞ്ചുറി നടത്തി അതൊരു റിലീഫ് എടുക്കുന്ന ഒരു ഹെയർ പുള്ളിങ് പോലെയുള്ള പെരുമാറ്റങ്ങൾ വരെ ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ്, ആക്ച്വലി സൂയിസൈഡിന്റെ ഭാഗമായിട്ടാണ്, നോൺ സൂയിസൈഡൽ സെൽഫ് ഇഞ്ചുറിയുടെ ഭാഗമായിട്ടാണ്. ടീച്ചറോട് നമുക്ക് ഈ ടീനേജേഴ്സിന്റെ, അതായത് നമ്മൾ ഈ സ്റ്റഡിയിൽ തന്നെ യൂത്തിന്റെ അകത്ത് ഗേൾസിന്റെ സ്പെഷ്യൽ പാർട്ടായിരുന്നു 18-20 ഇടയ്ക്കുള്ള പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നത്. അത് ടോക്സിക് റിലേഷൻഷിപ്സ്, ബ്രേക്കപ്പ്, അല്ലെങ്കിൽ അബ്യൂസ്, ഇതുപോലത്തെ ഏരിയകൾ കൊണ്ട് മാത്രമാണ് അധികം അവിടെ നടക്കുന്നത്. അതും പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഡേറ്റ അവിടെ ശക്തമായിട്ടുള്ളത്. അതിനെപ്പറ്റി ടീച്ചർ എങ്ങനെയാണ് പറയുന്നത്? ഇന്ന് നമ്മൾ യുവജനങ്ങളെ നോക്കുന്ന സമയത്ത് അവരുടെ സെൽഫ് അവെയർനെസ് ഏത് രീതിയിലാണ് ഉള്ളത് എന്ന് പരിശോധിക്കേണ്ട ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ഈ സൂയിസൈഡ് ടെൻഡൻസിയിലേക്ക് പോകാനുള്ള കാരണം സെൽഫ് അവെയർനെസ്സിലുള്ള കുറവാണ്. എൻ്റെ സ്ട്രെങ്ത് എന്താണ്, എൻ്റെ വീക്ക്നെസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാത്തതാവാം മേ ബി അവരുടെ ഈ സൂയിസൈഡ് ടെൻഡൻസിയിലേക്ക് നീങ്ങാനുള്ള ഒരു കാരണം. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു കുട്ടി ഒരു ജോലി തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നു, ചിലപ്പോൾ അവൻ്റെ ഇഷ്ടം കൊണ്ടായിരിക്കത്തില്ല, ചിലപ്പം നമ്മുടെ വീട്ടുകാർ നിർബന്ധിച്ചിട്ടാവാം, ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ജോബ് കിട്ടുന്ന ഇതാണ് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടാവാം. പക്ഷെ ആ കുട്ടിയുടെ സ്ട്രെങ്ത് എന്താണ്, എൻ്റെ പോസിറ്റീവായ ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിൽ ആ കുട്ടി ജോബ് ചെയ്യുവാണെങ്കിൽ ആ കുട്ടി സക്സസിലേക്ക് എത്തും. പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കുമ്പോൾ റിഗ്രറ്റ് ഉണ്ടാവത്തില്ല. അപ്പം ആ കുട്ടിയുടെ സ്ട്രെങ്ത് എന്താണ്, ആ വീക്ക്നെസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഈ സൂയിസൈഡ് ടെൻഡൻസി കുറയ്ക്കാനും അതുപോലെ തന്നെ ഈവൻ ഭാവിയിലേക്ക് നല്ലൊരു വ്യക്തി എന്നുള്ള രീതിയിൽ വളർന്നു വരാനും ആ കുട്ടികൾക്ക് സാധിക്കും. ഈവൻ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും സെൽഫ് അവയർനെസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പേരൻസിന്റെ ഹെൽപ്പ് പാർട്ടും കൂടിയാണല്ലോ. തന്റെ കുഞ്ഞിനെ ഐഡന്റിഫൈ ചെയ്ത് എടുത്താ പൊങ്ങാത്ത മലയൊന്നും തോളെ കയറ്റി വെച്ചു കൊടുത്ത്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഒരു സ്റ്റാറ്റസിന് വേണ്ടിയാണോ അതോ ഫ്യൂച്ചറിന് വേണ്ടിയാണുള്ള പ്രശ്നമുണ്ടല്ലോ. സ്റ്റാറ്റസിന് വേണ്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും കുഞ്ഞ് കല്ലിന് വന്ന് എവിടെയെങ്കിലും ഇടിച്ച് പിടിച്ച് വീഴും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഹേർട്ട് ചെയ്യും. അതൊരു മേജർ ഇഷ്യൂസ് ആണ് ടീച്ചർ പറഞ്ഞത്. ഇന്ന് കുഞ്ഞുങ്ങളോട്
അവരോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞാൻ നന്നായിട്ട് അടി ഉണ്ടാക്കും, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ആ സ്ട്രെങ്ത്, അവരുടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ് എന്താണെന്ന് അവർക്ക് പറയാൻ പറ്റുന്നില്ല. അത് ബേസിക് ആയിട്ട് നമ്മുടെ ഫാമിലിയിൽ നിന്ന് മോനെ വെരി ഗുഡ്, അല്ലെങ്കിൽ നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടുമ്പോഴാണ് ഓക്കെ ഇതിന്റെ നല്ല ബിഹേവിയർ ആണ്, അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ്, മുമ്പോട്ട് പോകുമ്പോൾ നല്ലതാണെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ സൊസൈറ്റിയിൽ നിന്നും ഫാമിലിയിൽ നിന്നും അവർക്ക് മേ ബി ഒരു അപ്രിസിയേഷൻ കിട്ടാത്തതുകൊണ്ട് മേ ബി അതാവാം ഒരു റീസൺ എന്ത് അവരുടെ സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത്. അതുപോലെ തന്നെ വീക്ക്നെസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് എനിക്ക് പ്രത്യേകിച്ച് വീക്ക്നെസ് ഇല്ല, പ്രത്യേകിച്ച് സ്ട്രെങ്ത് ഇല്ല എന്ന് പറയാൻ ഇന്നത്തെ കാലഘട്ടത്തിലെ യുവജനങ്ങൾ വരെ ശ്രമിക്കുന്നത്. സാറൊരു പേരന്റ് ആണ്, ടീൻസിന്റെ പേരന്റ് ആണ്. ഫോർ ലോങ് ഇയേഴ്സ് സാർ ഈ കോളേജ് ക്യാമ്പസ് ഒക്കെ എടുത്ത് നടക്കുന്നതാണ്. അപ്പോൾ ഈ ടീൻസ് ആൻഡ് യൂത്ത് അവരുടെ ഈ ഒരു സൂയിസൈഡ് ടെൻഡൻസി അല്ല ഉദ്ദേശിക്കുന്നത്, കമ്മിറ്റിംഗ് സൂയിസൈഡ് ഇമ്മീഡിയറ്റ്ലി. സൂയിസൈഡ് ടെൻഡൻസിയും ഒരു സ്പെഷ്യൽ സിറ്റുവേഷനിൽ ഒരാൾ സൂയിസൈഡ് കമ്മിറ്റ് രണ്ടാണല്ലോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്താണ് ഈ ഒരു ഇപ്പോൾ റിലേഷൻഷിപ്സിന്റെ ഇഷ്യൂസും അല്ലെങ്കിൽ ഈ ഒരു ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും അവർക്കുള്ള ഒരു ഒരു സേ എന്താണ്? ഇത് ഇപ്പോൾ സൂയിസൈഡിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ 2 ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സൂയിസൈഡൽ തോട്ട്സ് അല്ലെങ്കിൽ സൂയിസൈഡൽ കൊഗ്നീഷൻ ചിന്തയിൽ അവരിങ്ങനെ പല ദിവസങ്ങളായിട്ട് പലപ്പോഴായിട്ട് ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ സൂയിസൈഡൽ ഇൻറ്റൻഷൻ ഇത് ഒരു വളരെ കൃത്യമായിട്ട് അത് പ്ലാൻഡ് ആയിട്ടാണ് കാര്യങ്ങൾ. കാരണം ഇപ്പം അതാണ് ആക്ച്വലി മെയിൽ ആൻഡ് ഫീമെയിൽ സൂയിസൈഡ് അറ്റംപ്റ്റിൽ കാണുന്ന ഒരു വ്യത്യാസം. ആക്ച്വലി മെയില് അവർ വളരെ പ്ലാൻഡ് ആയിട്ട് എങ്ങനെ ചെയ്യണം, കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റി. ചിലപ്പോൾ ഫീമെയിൽസ് ചിലപ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് ഇമ്പൾസീവായിട്ട് ഏതെങ്കിലും അന്നേരം മനസ്സിൽ കാണുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം അതൊരു കൂടുതലായിട്ടും ഈ സൂയിസൈഡിലേക്ക് ആ ഒരു ബിഹേവിയറിലേക്ക് പോകുന്നത്, അറ്റംപ്റ്റിലേക്ക് പോകുന്നത് ചിലപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ഇഷ്യൂ ആവാം, റിജക്ഷൻ ആവാം, ടോക്സിക് റിലേഷൻഷിപ്പ് ആവാം. ഇതൊക്കെ ശരിക്കും അവരുടെ തന്നെ ചലഞ്ചസ്, അതായത് ഡിഫിക്കൽട്ടീസിനെ അവർക്ക് സ്വയം കോപ്പപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു കോപ്പിംഗ് മെക്കാനിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരു നല്ല ഒരു പ്രൊട്ടക്റ്റീവ് എൻവയറമെന്റ് ഇല്ല. അതാണ്. അതായത് ഇപ്പോൾ വളരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഫാമിലിയിലാണെങ്കിലും നല്ല ബന്ധങ്ങൾ പേരൻസുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കോളേജിലാണെങ്കിൽ നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ പറ്റുന്നുണ്ടോ? അതായത് ഏത് സമയത്തും ഓടിയെത്തുന്ന പഴയ കാലഘട്ടങ്ങളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. ഇത് പക്ഷേ ഡ്രഗിനോ അല്ലെങ്കിൽ മറ്റ് എൻജോയ്മെന്റിനോ മാത്രമുള്ള സുഹൃത്തുക്കളായിട്ട് മാറുന്നു. ഇവരൊരിക്കലും അവരുടെ പ്രതിസന്ധി ആപത്ഘട്ടത്തിൽ കൂടെ നിൽക്കില്ല, കാരണം അവർ അവൈലബിൾ ആയിരിക്കില്ല. ഞാൻ റീസെൻ്റ്ലി കൊച്ചിയിൽ തന്നെയുള്ള, കൊച്ചിയൊക്കെ ഇതിൻ്റെ ഒരു സെൻറ്ററായിട്ട് ഇപ്പോൾ എല്ലാവരും പറയുന്ന സ്ഥലങ്ങളാണല്ലോ. സബ്സ്റ്റൻസ് അബ്യൂസും ഓൾമോസ്റ്റ് എല്ലാ ക്രൈമിൻ്റെയൊക്കെ സിനിമയിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലാം കൊച്ചിയാണ് പ്രശ്നം, ഞങ്ങളുടെ സ്ഥലമാണ് പ്രശ്നം. അപ്പോൾ അവിടെ തന്നെയുള്ള ഒരാൾ എന്നോട് ക്രിറ്റിസൈസ് പറയുമായിരുന്നു. പുള്ളി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. പറയാണ് ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ ഒരു സെൻറ്ററിലേക്ക് ഞാൻ ചീത്തയാക്കാം എന്ന് പറഞ്ഞ് പോകുന്നതാണോ? അല്ല, അവർക്ക് പോകാൻ വേറെ സ്ഥലമില്ല, അവർ അക്കോമഡേറ്റ് ചെയ്യാൻ ഇടങ്ങളില്ല, അതുകൊണ്ട് അവർ പോകുന്നത്. സാറേ അവരുടെ വീട്ടിൽ അവർ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ പള്ളി പോലെ സ്ഥലങ്ങളിലെ കേൾക്കാൻ ആളില്ല, അവർ അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലങ്ങളില്ല, അല്ല അവർക്ക് പോയി ഇരിക്കാൻ സ്പേസ് ഇല്ല. അതുകൊണ്ട് അവർ പോയി ഇരിക്കുന്നത്, അവർ അക്കോമഡേറ്റ് ചെയ്യുന്ന, അവർക്ക് ഫ്രീ ആയിട്ട് ഫ്രണ്ട്സിനെ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് അവർ പോകുന്നു. ഇത് ഗ്രാജുവലി അവർ വലിയ വലിയ വീഴ്ചകളിലേക്ക് കൊണ്ടുപോകുന്നു. റെക്കഗ്നിഷൻ ഒരു ഇമ്പോർട്ടന്റ് ഇഷ്യൂ ആണ്. കാരണം എസ്പെഷ്യലി യൂത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് റെക്കഗ്നിഷൻ കിട്ടുന്നില്ല. ഇത് തന്നെയാണ് ഗെയിംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ ഇമ്മീഡിയറ്റ് റെക്കഗ്നൈസ് ചെയ്ത് ഗിഫ്റ്റ് കൊടുത്ത് റിവാർഡ് കൊടുത്ത് വൻ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ ഇമ്മീഡിയറ്റ് റിവാർഡോടെ കൊടുത്തോണ്ട് പോകുന്നുണ്ട്. അതാണ് ഇതെല്ലാ സാധനങ്ങളുടെയും അടിസ്ഥാന വിജയം അവരതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ എനിക്കൊന്നൊരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ്റെ ഒരു കുറവും ഇതിൻ്റെ അകത്ത് നമുക്ക് പറയാം. കാരണം ഇപ്പം നമ്മുടെ മൊബൈൽ യൂസ് ഭയങ്കരമായിട്ട് കൂടിയോണ്ട് തന്നെ നമ്മുടെ ഫീലിങ്സ് പലപ്പോഴും നമ്മളൊരു ചാറ്റിങ്ങിലേക്ക് ഒതുക്കുവാണ് ഫീലിങ്സ്. അപ്പം ശരിക്കും ഒരു 1-to-1 ഇന്ററാക്ട് ചെയ്യുന്നതും ഈ ചാറ്റിങ്ങിൽ ഇന്ററാക്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ഐ ആം ഡിപ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മനസ്സിലാക്കുന്നതും തൊട്ടടുത്ത് നിന്ന് ഈ കാര്യം പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഹീലിംഗ് ടച്ച് ഒക്കെ സംഭവിക്കപ്പെടുന്നത് തീർച്ചയായും ഈ 1-on-1-ലാണല്ലോ. അതെ. അപ്പൊ അതിന്റെ ഒരു കുറവും ഇന്നത്തെ കാലത്ത് വളരെ കൂടി വരുന്ന ഒരു കാര്യമായിട്ട് കാണുന്നു. ഞാൻ കുറെ അധികം നാളുകൾക്ക് മുമ്പ് വായിച്ച ഒരു ആർട്ടിക്കിളിനെ പറ്റി സൂയിസൈഡിനെ പറ്റി വായിച്ച ആർട്ടിക്കിൾ ഒരു ടൈറ്റിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ എഴുതിയിരുന്ന ഒരു റിയൽ സംഭവമാണ്. MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു സമയത്ത് റാങ്ക് ഒക്കെ മേടിച്ച് വിദേശത്ത് പഠിക്കാൻ ഹയർ സ്റ്റഡീസിന് പോയി. അവിടെ ചെന്നിട്ട് കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ സൂയിസൈഡ് കമ്മിറ്റ് ചെയ്ത ഒരു ചെറുപ്പക്കാരൻ്റെ നോട്ടാണ്. അവൻ ഒറ്റ സെന്റൻസേ സൂയിസൈഡ് നോട്ട് എഴുതിയിട്ടുള്ളൂ. ഐ എക്സിറ്റ്
ഫ്രം മൈ എക്സിസ്റ്റൻസ് ബിക്കോസ് ഇറ്റ്സ് ടു ഡിമാൻഡിങ്. ഭയങ്കര നമുക്ക് ഈ ഉറക്കം നഷ്ടപ്പെടാവുന്ന സാധനങ്ങൾ. ഐ എക്സിറ്റ്, ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു ബിക്കോസ് ഈ ജീവിതം ഒത്തിരി ഡിമാൻഡ് ചെയ്യുന്നു. ഇവർക്ക് ഈ ലോകത്തിന്റെ ഡിമാൻഡുകളോടോ ലോകത്തിന്റെ ഒരു കോമ്പറ്റീഷനോടോ ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത വിധം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് മാനസികാരോഗ്യം ഇല്ല. അവർക്ക് അതിനുള്ള ഒരു ബലം കൊടുക്കാനായിട്ടോ റിലേ ചെയ്യാൻ ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർക്ക് പോകാനൊരു വീടുണ്ടെന്നോ അല്ലെങ്കിൽ കൂടെ ഇരിക്കാൻ കൂട്ടുകാരുണ്ടെന്നോ, എല്ലാം നഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് സ്പേസ് ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മിനിസ്റ്റീരിയൽ ഏരിയ അതാണല്ലോ. റെസീലിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ബൗൺസ് ബാക്ക് ചെയ്യാൻ പറ്റാതെ വരിക. അതായത് ഇപ്പം ഡിഫിക്കൽട്ടീസ് ഇപ്പം ആർക്കാണേലും ഫേസ് ചെയ്യേണ്ടി വരില്ലേ. കാരണം അത് ആ സമയത്ത് അവർക്ക് ബൗൺസ് ബാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പ്രതീക്ഷ, ഹോപ്പ് കൊടുക്കാൻ നമ്മുടെ എഡ്യൂക്കേഷൻ അതിന് പറ്റുന്നുണ്ടോ, നമ്മൾ അതിനൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഈവൻ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് നടപടികൾ എന്തൊക്കെ എടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കാര്യമായിട്ട് ചിന്തിക്കുന്നത്. റെസിലിയൻസ് ഏറ്റവും കൂടുതലുള്ള സ്ഥലം എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലങ്ങൾ ഫിലിപ്പീൻസ് ഒക്കെയാണ്. അതിന്റെ രസകരമായ അവര് ഈ തുടർച്ചയായിട്ട് ടൈഫൂൺസ് ഒക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്, ഐലൻഡുകളാണല്ലോ. 600 ഐലൻഡ് കൂടി ചേർന്ന ഫിലിപ്പീൻസ്. അപ്പോൾ അവര് വീട് തകർന്നു പോകുന്നു, മരിച്ചു വീഴുന്നു, എല്ലാം നശിച്ചു പോകുന്നു. പിറ്റേ ദിവസം അവിടെ സെൽഫി ഒക്കെ എടുത്തിട്ട് അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് മുമ്പോട്ട് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപാര റെസീലിയൻസ് ആണ് മനുഷ്യർക്ക്, അപാര റെസീലിയൻസ്. ചെറുപ്പക്കാർക്ക് പോലും ആ ഒരു ഫൈറ്റിംഗ് മെന്റാലിറ്റി ആണ്. ഒന്നും തീരുന്നില്ല, ഒന്നും ഇതൊരു എൻഡ് പാർട്ട് അല്ല എന്ന സാധനം ഉണ്ടല്ലോ. അതായത് നമുക്ക് ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത് നമ്മുടെ എല്ലാ യുവാക്കളും അതുപോലെ തന്നെ ടീനേജേഴ്സും എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഫെയിലിയർ ഒരു അൾട്ടിമേറ്റ് എൻഡ് അല്ല. അപ്പം അവിടുന്ന് ഫെയിലിയർ ലൈഫിൽ ക്വൈറ്റ് നാച്ചുറലാണ്, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലോസ്, ആരുടെയെങ്കിലും ലവ്ഡ് വൺസിന്റെ മരണം ഒക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ സംഭവിക്കാം, നമ്മൾ പ്രതീക്ഷിക്കാതെ ലൈഫിൽ സംഭവിക്കും. ഇപ്പം നമ്മുടെ വയനാട് ദുരന്തം കാര്യങ്ങളൊക്കെ നമ്മൾ ആരും പ്രതീക്ഷിച്ചല്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. പക്ഷെ ആ ഒരു സംഭവത്തിലും എങ്ങനെ മുമ്പോട്ട് പോവാം, ഇനിയും ജീവിതം അവസാനിക്കുന്നില്ല, മുമ്പോട്ട് ജീവിക്കണം എന്നുള്ളൊരു മോട്ടിവേഷൻ ഫാക്ടറാണ് ചെറുപ്പം തൊട്ടേ നമുക്ക് കിട്ടി വരുന്നത്. നമുക്ക് ഈ ലൈഫ് സ്കിൽസിനെ പറ്റി ടീച്ചറിന് പറയാൻ പറ്റുമായിരിക്കും. ലൈഫ് സ്കിൽസ് ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഇതുപോലത്തെ കാര്യങ്ങളിൽ ടീച്ചർ അതിനെ പറ്റി പറയും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എവറിഡേ ഇഷ്യൂസിനെ, ചലഞ്ചസിനെ നമുക്ക് കോപ്പ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ലൈഫ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഡിസിഷൻ മേക്കിംഗ്, ക്രിട്ടിക്കൽ തിങ്കിങ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും പ്രശ്നത്തിന് പരിഹാരം ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെയാണെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാവും. പക്ഷെ അത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ റിസോഴ്സുകൾ നമ്മൾ അത് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടായാൽ ഇതിന്റെ എൻഡ് പോയിന്റ് ആണെന്ന് നമ്മൾ വിചാരിക്കുക. പക്ഷെ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് ചിന്തിക്കുന്നില്ല. നമുക്ക് ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന സാധനമായിരുന്നു ഒരു പരിധി എക്സാംസ് ഒക്കെ. എക്സാംസ് പോലും ഇപ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ നിർത്തിക്കളയല്ലേ. ഒരു പരിധി വരെ നമ്മൾ പറയാം എക്സാംസ് പിള്ളേർക്ക് സ്ട്രെസ് കൊടുക്കുന്നത്. എന്നാൽ അവരെ ഇതുപോലെയുള്ള ചില ഡിസിഷൻ മേക്കിങ്ങിലോ അല്ലെങ്കിൽ ഒരു ഓവർകം ചെയ്യാനുള്ള റെസിലിയൻസ് കൊടുക്കുന്ന സാധനങ്ങളായിരുന്നു. ഇന്നിപ്പം നമ്മളെ യുവജനങ്ങൾ അതുപോലെ നമ്മൾ കോളേജ് സ്റ്റുഡൻസിനൊക്കെ നോക്കുന്ന സമയത്ത് എക്സാം എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. പക്ഷേ ഈ സ്ട്രെസ്, ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓവർകം ചെയ്താൽ മാത്രമേ നമ്മുടെ ലൈഫിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ഇപ്പം എക്സാം മാത്രമല്ല അൾട്ടിമേറ്റ് ആള് ജീവിതം എന്ന് പറയുമ്പോൾ അതിൽ ഒത്തിരിയേറെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്നതാണ്. സോ അങ്ങനെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമുക്കതിനെ കോപ്പപ്പ് ചെയ്യണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി ഇത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം ഒബ്വിയസ്ലി നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ സാരമില്ല മോനെ എന്ന് പറഞ്ഞ് ചില പേരൻസ് എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, പാമ്പർ ചെയ്ത് മാറ്റി നിർത്തുന്നുണ്ട്, ചലഞ്ചസിനെ വിട്ടുകൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ ചലഞ്ചസിന് വിട്ടുകൊടുത്ത് വിട്ടുകൊടുക്കാൻ വേണ്ട സാധ്യതയാണ് അവർ ഉത്തരവാദിത്തം ഏൽപ്പിക്കാന്നുള്ളത്. ശാവറപിതാവ് 200 വർഷം മുമ്പ് പറഞ്ഞതാണ്, ഓരോ പ്രായത്തിനൊപ്പിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കുക. വീട്ടിൽ അവർ ചെയ്യേണ്ട ചില ബേസിക് അപ്പനമ്മ എല്ലാം ചെയ്യുന്ന എല്ലാം നമ്മളെല്ലാം ഇങ്ങനെ സപ്പോർട്ടിംഗ് സിസ്റ്റം വെച്ച് കൊടുത്ത് പിള്ളേരെ ജസ്റ്റ് ഇങ്ങനെ മേക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. മക്കളെ പതിയെ വലിയ വലിയ ഫൈറ്റുകളല്ല, ചെറിയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫൈറ്റ് ചെയ്ത് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ തന്നെ നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് നമ്മുടെ മാതാപിതാക്കന്മാരുടെ അപ്രോച്ച്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വീട്ടില് അറിയാതെ കൈതട്ടിയ ഒരു കുട്ടിയുടെ ഗ്ലാസ് പൊട്ടിപ്പോയി. ഉടനെ ഒരു ഫാദർ ഷൗട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ കുട്ടിയിൽ ഉണ്ടാവുന്ന ഭയം അത് പിന്നീട് ഒരു റിജക്ഷനായിട്ട് മാറാം. അപ്പം ഇതിന് പകരം ഓക്കെ നെക്സ്റ്റ് ടൈം നോട്ട് ടു റിപ്പീറ്റ്. ചിലപ്പോൾ ചില സമയങ്ങളിൽ ഇതിന്റെ ഓപ്പോസിറ്റ് നടക്കും. ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു എല്ലാ കാര്യവും ചെയ്തു കൊടുത്ത് ബാലൻസ്ഡ് വേ ഉണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ നോഷീറ്റിൽ ഇങ്ങനെ ഞങ്ങൾ പഠിപ്പിച്ച ആദ്യ സമയം നമ്മൾ റെസിലിയൻസ് ഒക്കെ പഠിപ്പിക്കുന്ന സമയമാണല്ലോ സെമിനാരി ഫോർമേഷൻ്റെ. ഇതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് ഗ്ലാസ് തട്ടി പൊട്ടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ പൊട്ടിക്കുന്നവർക്ക് പണിഷ്മെന്റ് ഇത് തിരുത്തണമല്ലോ. ഒരു മെഡിസിനൽ പണിഷ്മെന്റ് എന്ന് പറയും. പോയി ഒരു ആർട്ടിക്കിൾ വായിക്കുക, ഇംഗ്ലീഷ് ആർട്ടിക്കിൾ വായിക്കുക. അത് ലൊസോത്താര റൊമാന എന്ന് പറയുന്ന റോമിന്റെ ഔദ്യോഗിക പത്രമുണ്ട്. അപ്പോൾ അതൊരു ആർട്ടിക്കിൾ വായിച്ച് കമ്മ്യൂണിറ്റി പ്രസന്റ് ചെയ്യുക.
ഇവനത് ഓർമ്മയാണിത്. എന്നാൽ മറുവശത്ത് അതൊരു പ്രോഗ്രസ് ആണ്. അത്രയും വൊക്കാബുലറി പഠിക്കുന്നു. ഇതാണ് കറക്റ്റീവ് മെത്തേഡ്സ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കറക്ഷൻ കൊടുക്കുന്ന പ്രശ്നം കൊണ്ടാണ് ആത്മഹത്യ. അതെ 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 ഭയങ്കരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം ഈ കറക്ഷൻ മെത്തേഡുകളുടെ പ്രശ്നം ഉണ്ടല്ലോ. ഓവർ പ്രൊട്ടക്റ്റീവ് ആവാതെ പ്രൊട്ടക്റ്റീവ് എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്യുക. അതായത് സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുക, റെസിലിയൻസ് സ്കില്ല് ബിൽഡ് ചെയ്യുക. ടീച്ചർ പറഞ്ഞ പോലെ ലൈഫ് സ്കിൽസ്, ബേസിക് ലൈഫ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇന്ന് മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീട്ടിൽ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിൽ പറയത്തില്ല. അവരത് മനസ്സിൽ വെക്കും. അത് അങ്ങനെ കൂടുതൽ മനസ്സിൽ വെച്ച് മേ ബി അത് ഡിപ്രസീവ് ആയിട്ടും പിന്നെ അത് സൂയിസൈഡ് ടെൻഡൻസിയിലേക്കും ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുട്ടികളുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പിയർ ആയിട്ടോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുമായിട്ടോ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും അതൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ ഈ പറഞ്ഞിരിക്കുന്ന സൂയിസൈഡിനെ നമുക്ക് തടയാൻ സാധിക്കും. അല്ലെങ്കിൽ ആ ടെൻഡൻസി നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഹെൽപ്പ് കൊടുക്കാനും സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയ ഒരു സംഭവമാണ് റിഫ്ലെക്സീവ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യുന്ന, ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവണമെങ്കിൽ ഹൗ ക്യാൻ ഐ ഡു, അല്ലെങ്കിൽ എനിക്ക് മുമ്പിൽ ഈ ഒരു ആത്മഹത്യ മാത്രമേ ഒരു സിറ്റുവേഷൻ ഒരു സൊല്യൂഷൻ ഉള്ളോ, ഞാൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ ഇത് അഫക്ട് ചെയ്യും, എനിക്കൊരു സേഫ് എക്സിറ്റ് ആയിരിക്കും പക്ഷെ അത് അഫക്ട് ചെയ്യാൻ ഒത്തിരി പേരുണ്ട്, എനിക്കിതല്ലാത്ത ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണുള്ളത്, എനിക്ക് മുമ്പേ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആൾക്കാർ ഇത് റിഫ്ലെക്സീവ് ക്വസ്റ്റ്യൻസ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇതിനാണ് ഈ മെഡിറ്റേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, ഇതെല്ലാം ഒരു പിടി കോപ്പിംഗ് മെക്കാനിസംസ് ഉണ്ട്. നമ്മളിതെല്ലാം ഒരു നെക്സ്റ്റ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യും. നമ്മൾ പറയുന്ന ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഉള്ള ഒരു സെൽഫ് കെയർ സിസ്റ്റം നമ്മളൊരു അടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യും. നമുക്കപ്പോൾ പതുക്കെ സമയപരിമിതി മൂലം നമുക്ക് ഈ ഒരു സൂയിസൈഡിൻ്റെ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ തന്നെ ഒരു ലൈഫിലുണ്ടായ അങ്ങനെ ഒരു ഡിസിസീവ് മൊമെൻ്റ് ഉണ്ടായിരുന്നു. നമ്മളുടെ ഒരു മരണം, അതിനുശേഷം ഉണ്ടായ കുറച്ച് പരാജയങ്ങൾ, ഞാൻ വേറെ ക്രൈസിലൂടെ കടന്നു പോയ മൊമെൻ്റ് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ എൻ്റെ ദൈവം നീ എവിടെയാണെന്നൊക്കെ ചോദിച്ചിരുന്ന ദിവസമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, അവൻ അച്ഛനും അല്ല ബ്രദറും ഒരു അൽമാനായിരുന്നു, എൻ്റെ കൂടെ എൻ്റെ സീനിയറായിട്ട് പഠിച്ചു. അവൻ എന്നോട് പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ജെറിൻ, സൈലൻസ് ഡസ് നോട്ട് മീൻസ് ആബ്സെൻസ്. ദൈവം നിന്നോടിപ്പോൾ മിണ്ടുന്നില്ല, നിന്നെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ദൈവം ഇല്ലെന്നോ ചുറ്റും നിനക്ക് ആരും ഇല്ലെന്നുള്ളതല്ല. ഈ മൊമെന്റ് നീ ഇങ്ങനെ പോകണം എന്നുള്ള ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അതാണ് നിന്റെ വളർച്ച. അതെനിക്ക് ഭയങ്കര ഒരു ഹീലിംഗ് മൊമെന്റ് ആയിരുന്നു, ഭയങ്കര എംപവറിങ് മൊമെന്റ് ആയിരുന്നു. സൈലൻസ് ഡസ് നോട്ട് മീൻസ് ആബ്സെൻസ്. ഒരാൾ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അവിടെ ഇല്ലെന്നുള്ളതല്ലോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലൈഫിൽ ആരും ഇല്ലെന്നുള്ള ചിന്ത, അല്ലെങ്കിൽ നമുക്ക് ആ ദൈവം പോലും നമ്മളെ കേൾക്കുന്നില്ല എന്നുള്ള ചിന്ത, ഈശോ പോലും അങ്ങനെ ഇരുന്നൊരു ദിവസം ഉണ്ടായിരുന്നല്ലോ. കാവുൽത്താരയിലേക്ക് പോകുന്നതിന് മുമ്പ് ഗെക്സമൻ തോട്ടത്തിൽ ഈശോ പിതാവ് നീ എവിടെയെന്ന് ചോദിച്ച മൊമെന്റ് ഉണ്ടായിരുന്നു. എല്ലാവരും കടന്നു പോകുന്ന ഒരു ഗെക്സമൻ രാത്രികളുണ്ട്. അതിനെപ്പറ്റിയാണ് പിന്നീട് നമ്മുടെ അച്ഛനൊരു മനോഹരമായ പാട്ട് എഴുതിയിട്ടുണ്ട്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു നോവും മാറാതിരുന്നിട്ടില്ല. അച്ഛൻ കടന്നുപോയ എനിക്ക് പറഞ്ഞ ക്യാൻസറിൻ്റെ ഒരു ഹ്യൂജ് എപ്പിസോഡുകൾക്ക് ശേഷം അച്ഛൻ എഴുതിയൊരു പാട്ടായിരുന്നു. ഒന്നും കടന്നു പോകാതിരിക്കില്ല, എല്ലാത്തിനും അപ്പുറം തീരത്തിരിക്കുന്ന തോണിയുടെ അറ്റത്തിരിക്കുന്ന ദൈവം നിന്നോടൊപ്പം ഉണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഹോപ്പ്. ആരും ഇല്ലെങ്കിലും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം അയച്ച മാലാഖമാർ ചുറ്റും, ഒരു കുടുംബം, നല്ല സൗഹൃദങ്ങൾ. നമുക്ക് മറ്റുള്ളവരെ കൂടി അവസാന ദിവസങ്ങൾ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, എവിടെ നിന്റെ സഹോദരൻ? സഹോദരനിലെല്ലാം പെടും, സഹോദരിയും പെടും, അമ്മയും പെടും, അപ്പനും പെടും, സുഹൃത്തും പെടും. നമുക്കുള്ള ദൈവം ഏൽപ്പിച്ച എല്ലാവരെയും ഒരുപോലെ സംരക്ഷിക്കാനുള്ള വലിയ വിളി കൂടി നമുക്കുണ്ട്, ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ രാത്രി നമ്മുടെ ഈ പ്രോഗ്രാം കടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒന്ന് ഉറപ്പ് കൊടുക്കാം, ഐ ആം ദെയർ, സംസാരിക്കാൻ ഒരാളുണ്ട്, ഞാനുണ്ട് എന്ന് ഉറപ്പൊരാൾക്ക് കൊടുക്കാൻ വരണം. നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറയാനുള്ള ധൈര്യവും അതിനുശേഷം അതിനുള്ള സമയവും നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളെ പരസ്പരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ, ഞങ്ങളുടെ യുവതലമുറ കടന്നു പോകുന്ന വലിയ ക്രൈസിസ്, അവരുടെ മാനസികമായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ, അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, വിവാഹമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, കുടുംബമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, പഠനം, അവരുടെ ഒത്തിരി ബാഡ് ഹാബിറ്റ്സ്, സൗഹൃദങ്ങളുടെ ഇഷ്യൂസ് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു രാത്രിയിൽ തമ്പുരാനെ, ആരെങ്കിലൊക്കെ ഒരു സൂയിസൈഡിനെ പറ്റിയൊക്കെ ചിന്തിച്ചിരിക്കുന്നില്ല, അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലാതിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീയാണല്ലോ ഞങ്ങളുടെ അവസാന പ്രതീക്ഷ. പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച് 3-ാം ദിവസം ഉത്ഥിതനായ നീയാണല്ലോ ഞങ്ങളുടെ പ്രതീക്ഷ. സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഉത്ഥിതനായി നീ പറഞ്ഞ വാക്ക് ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, ഈ തലമുറയെ ആശ്വസിപ്പിക്കട്ടെ. അമ്മ മാതാവേ, വിശ്വവസ പിതാവേ, സകല വിസ്തര മാലാഖമാരെ ഞങ്ങളുടെ യുവജനങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
ചലം ടിവിയുടെ ഒരു യൂത്ത് സ്പെഷ്യൽ പ്രോഗ്രാം ടേണിംഗ് പോയിന്റ്.